സ്റ്റാർസ് എന്ന് പറയുന്ന ഷോ നടക്കുന്ന സമയത്ത് അതിന് മുമ്പ് ആ സമയത്ത് ഒന്നും അങ്ങനെ ഹ്യൂമർ ട്രൈ ഔട്ട് ചെയ്തിട്ടുള്ള ഒരാളല്ല. പിന്നെ ആര്യനെ ഇപ്പൊ നമ്മൾ ഹ്യൂമർ ഇല്ലാതെ ആലോചിക്കാനേ വയ്യ. അതെ. അപ്പൊ എപ്പോഴേലും തോന്നിട്ടുണ്ട് ഞാൻ പ്ലാൻ ചെയ്യണില്ല, ഒരു സാധനം വരുമ്പോ അത് മാക്സിമം വർക്ക് ചെയ്യാൻ. ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല സത്യം പറഞ്ഞ ലൈഫിൽ ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ആകെപ്പാടെ ഒരു ആഗ്രഹം കുട്ടിക്കാലം തൊട്ടേ കൊണ്ട് നടന്നത് ഈ ഫീൽഡിൽ വരണം എന്നുള്ളതാണ്. പക്ഷെ അതൊരിക്കലും ഒരു കോമഡി, ഒരു കോമിക് ആക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു കൊമേഡിയൻ ആയിട്ട്, കാരണം ഈ പറഞ്ഞ പോലെ ഒരു ബന്ധമില്ല എനിക്ക് കോമഡി ആയിട്ട്. എനിക്കോ എൻ്റെ വീട്ടുകാർക്കോ ഒന്നുമില്ല, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടേ ഇല്ല ഞങ്ങൾക്ക്. അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണ് ഈ ഒരു ഇങ്ങനത്തെ ഒരു ഇമേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ശരിക്കും ഇപ്പൊ ഒരു പ്രോപ്പർ ആക്ടർ ആവണം, മെയിൻ സ്ട്രീം പ്രോപ്പർ ആക്ടർ ആവണം, അങ്ങനെയായിരുന്നു. ഓഫ് കോഴ്സ് മോഹൻലാൽ അത് ഞാൻ ചെറുതിലേ തൊട്ട് സ്വപ്നം കാണണല്ല. അന്തോട്ട് ഞാൻ കാണുന്നത് എന്താണ്, ഓ ഫ്യൂച്ചറിലെ ശോഭന മഞ്ജു വാര്യർ ഞാൻ തന്നെ. നമ്മള് കുഞ്ഞായിരിക്കുമ്പോ നമുക്ക് അങ്ങനെയല്ലേ, നമ്മൾ ഏത് നായികമാരെയാണോ കണ്ടു വളരുന്നത്, ഭാവിയിൽ ഇത്ര വർഷം കഴിയുമ്പോൾ നമ്മളെ അവരുടെ സ്ഥാനത്തല്ലേ കാണുള്ളൂ. ഞാൻ നോക്കുമ്പോ ഞാൻ ലാലേട്ടന്റെ നായിക, മമ്മൂക്കയുടെ നായികയായിട്ടൊക്കെ അന്നത്തെ എന്റെ ആഗ്രഹം അതായിരുന്നു. എന്നാ അതുവരെ ഒന്നും എത്തിയില്ലെങ്കിലും ഇവരുടെ കൂടെ ഒക്കെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് വലിയ ഭാഗ്യം. എന്നുവെച്ചാൽ ഇതൊക്കെ ഞാൻ കുഞ്ഞിലെ ആസ് ഇൻ 5th 6th പഠിക്കുമ്പോ ആലോചിക്കണതാണ് ഇങ്ങനെ വലിയ നായികയാവണം എന്നുള്ളത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഒരു എഫേർട്ടും ഇട്ടിട്ടുമില്ല. ബട്ട് ദെൻ ഐ തിങ്ക് ദാറ്റ് വാസ് ഡെസ്റ്റിനി. മാനിഫെസ്റ്റേഷൻസ്. അന്ന് മാനിഫെസ്റ്റേഷൻ എന്താന്ന് പോലും അറിയില്ല. പക്ഷെ ആ അറിയാത്ത സമയത്ത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങള് it happened. It has happened and quite grateful. അതിൽ വലിയ നന്ദി. ആരോട് പറയണമെന്ന് അറിയില്ല, പക്ഷെ നന്ദിയുണ്ട്. ഭയങ്കര കൊറേ കാലായി ഞാനിങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ലാത്ത ഒരാളോട് കഥയൊന്നും ഇല്ലാത്ത അങ്ങനെയല്ല അല്ലല്ല, ഞാനത് പോസിറ്റീവ് ആയിട്ടാ. ഇപ്പൊ ഒരാൾ ഭയങ്കര മോശം ചെയ്താലും ഒക്കെ ഈ അയാളോടുള്ള ദേഷ്യമോ അല്ലെങ്കിൽ അയാളോടുള്ള സ്പെസിഫിക് ഇമോഷനും ഇങ്ങനെ ഡയലൂട്ട് പോവില്ല എനിക്ക് തോന്നി. എനിക്ക് അങ്ങനെ ഈ വൈരാഗ്യം കൊണ്ട് നടക്കണമെന്നല്ല ഞാൻ. അങ്ങനെയൊന്നും എന്നെ കൊണ്ട് പറ്റൂല. ചിലപ്പം ഉണ്ടാവും ഉള്ളില് ഒരു അത് ദേഷ്യത്തിനെക്കാളും വിഷമമായിരിക്കും. എന്തെങ്കിലും അയാള് നമ്മളെ ഹേർട്ട് ചെയ്ത് പോയല്ലോ എന്നുള്ളതിന്റെ വിഷമം ഉണ്ടാവും മനസ്സിൽ, ഭയങ്കരമായിട്ടുണ്ടാവും. അത് ചിലപ്പോ വാക്കുകളാൽ പറയുമ്പോ ചിലപ്പം കുറച്ച് ഷാർപ്പായിട്ടൊക്കെ പറഞ്ഞു തന്നിരിക്കും. പക്ഷെ കഴിഞ്ഞ 2 സെക്കൻഡ് അത്രേ ഉള്ളൂ, പിന്നെ അത് പോയി. പിന്നെ അത് ഞാൻ അതങ്ങനെ മനസ്സിലങ്ങനെ വെക്കുന്ന ആളല്ല. ആൻഡ് ഐ ഡോണ്ട് ഡു തിങ്സ് ഓൾസോ ലൈക്ക് ആരെയും ഹേർട്ട് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല എനിക്ക്. ഞാനായിട്ട് മനഃപൂർവ്വം ഒരു മനുഷ്യരെയും വേദനിപ്പിക്കാറുമില്ല. എനിക്ക് പറ്റത്തില്ല, അത് ശീലമില്ല, അറിയില്ല അത് ചെയ്യാൻ. പിന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ ജീവൻ കൊടുക്കാനും ഞാൻ റെഡിയാണ്. പിന്നെ എന്നെ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ ഫോഴ്സ്ഫുള്ളി എൻ്റെ ലൈഫിൽ പിടിച്ചു നിർത്താറുമില്ല. വേണ്ടെങ്കിൽ യു ക്യാൻ ലീവ്, അത്രേ ഉള്ളൂ. അങ്ങനെ മനസ്സിലിങ്ങനെ എപ്പോഴും ധൈര്യം വരാനോ, അല്ലെങ്കിൽ ധൈര്യം എന്ന് പറയാൻ പറ്റില്ല, ഒരു നമ്മുടെ മൈൻഡ് ഇവിടെ നിൽക്കണമല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പൊ ഏതെങ്കിലും ഒരു കോട്ട് പോയി വായിക്കോ അല്ലെങ്കിൽ ബുക്ക് പോയി വായിക്കോ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഒന്നും ചെയ്യാറില്ല ഞാൻ. ഞാൻ അങ്ങനെ എന്നുവെച്ചാ ബുക്സ് ഒക്കെ പണ്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സെൽഫ് ഹെൽപ്പ് ബുക്ക് ആയിരുന്നു? അല്ല, അങ്ങനത്തെ ഇപ്പൊ ഇക്കിഗായ് പോലത്തെ ബുക്സ് ഒന്നും ഞാൻ വായിച്ചിട്ടേ. ഇക്കിഗായ് ഒക്കെ ഐ ട്രൈഡ് റീഡിങ്. ഞാൻ വായിക്കണമൊക്കെ നാൻസി ഡ്രൂ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാ. അല്ല, ഞാൻ അങ്ങനത്തെ ബുക്സ് വായിക്കുന്ന ആളല്ല, അങ്ങനത്തെ കോട്ട്സ് ഒക്കെ ഫോളോ ചെയ്യണ ആളല്ല. അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ സത്യം പറഞ്ഞാൽ തോന്നിയിട്ടില്ല, ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളാണെങ്കിലും ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്, എൻ്റെ ലൈഫ് ജേർണിയിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ഞാൻ ഈ ഇരുന്ന് പറയുന്നതൊക്കെ. അല്ലാതെ ഒരിടത്തും വായിച്ചതോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. അതൊന്നും. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഈ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞല്ലോ, ഈ പുരുഷന്മാർ പെട്ടെന്ന് സുഹൃത്തുക്കളാ കാര്യമായിട്ട് എല്ലാവരും അതിൽ അങ്ങനെ ഞാൻ ആൺപെൺ വയസ്സെന്നല്ല പറയണേ. പക്ഷെ സാധാരണ ഈ
ഒരാൾ ഒരു സ്ത്രീ സംസാരിക്കുന്ന പോലെയല്ല, ഭയങ്കര വോക്കല, ഭയങ്കര കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അതെ. ഇത് ഇപ്പൊ മെൻ വന്ന് പറഞ്ഞിട്ടുണ്ടോ ആര്യ ഭയങ്കര കംഫർട്ട് സ്പേസ് ആണ്, കുറെ സംസാരിക്കാം? യെസ്, പറയുന്ന ആൾക്കാരുണ്ട്, പറയുന്ന സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഈ പറയുന്ന പോലെ എന്നോട് ഈ പറഞ്ഞ പോലെ തന്നെ സംസാരിക്കാൻ കംഫർട്ടബിൾ ആണ്, അല്ലെങ്കിൽ ഐ എം എ ഗുഡ് ലിസണർ എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. സംസാരം മാത്രമല്ല, ഞാൻ ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യും. എന്നാൽ ഒരാൾക്ക് എന്നോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ അത് വളരെ സമാധാനമായിട്ടിരുന്ന് കേൾക്കാനും എനിക്കിഷ്ടമാണ്. റാൻഡമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ എന്നോട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. റാൻഡമായിട്ട്. How do you find them from 1.1 million followers? ഞാൻ ഈ പറയുന്ന പോലെ ഇൻബോക്സിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻബോക്സ് തുറന്നു നോക്കുന്നു. എൻ്റെ ഇൻബോക്സ് ഭയങ്കര മെസ്ഡപ്പാണ്. എനിക്കറിയില്ല അതെന്തെങ്ങനെയെന്ന്. എന്ന് വെച്ചാൽ 3 വർഷം മുമ്പ് ആൾക്കാർ അയച്ച മെസ്സേജൊക്കെ എനിക്ക് ഇപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അങ്ങനത്തെ സെറ്റപ്പാണ്. ഇതെന്താ ഇൻബോക്സിന്റെ പരിപാടി എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻബോക്സ് തുറന്നു നോക്കും. എൻ്റെ ഇൻബോക്സ് എപ്പോഴും മറ്റേ 99+ ആ സാധനത്തിലേക്ക് കിടക്കുള്ളൂ. അൺറീഡ് മെസ്സേജസ് ആണ് കൂടുതലും. അപ്പം ഞാൻ വിചാരിക്കും ഇത്, അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, ഈശ്വര ഇതൊക്കെ അയച്ച ആൾക്കാർ വിചാരിക്കില്ലേ എന്ത് അഹങ്കാരിയാണ്, ഒരു മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ പോലെ എവിടെ, ഇത് കടൽ പോലെ കിടക്കുകയാണ്, ഇത് എവിടെന്നെങ്കിലും ഇതിനൊരു അന്തവും കുന്തവും വേണ്ടേന്ന് പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു തോന്നൽ വരണത്. അതായത് ഫ്രീ ടൈം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ലാണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഇൻബോക്സ് തുറന്ന് നോക്കുമ്പോഴായിരിക്കും ചിലര് മേ ബി ഇപ്പം പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര വോക്കലാണല്ലോ, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ സംസാരിക്കും. ഇതേ അനുഭവങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പൊ അവർ പറയുന്നത് തന്നെ, ചേച്ചി ഐ എം ഇൻ ദ സെയിം സിറ്റുവേഷൻ, ഐ ഫീൽ ലൈക്ക് ടോക്കിംഗ് ടു യു എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുള്ള എത്ര പേരുണ്ടെന്നറിയോ? ദർ ആർ സ്റ്റിൽ പീപ്പിൾ ഹു ആർ ടോക്കിംഗ് ടു മീ. ദർ ആർ വിമൻ ഫിസിക്കൽ അബ്യൂസ് നേരിടുന്ന സ്ത്രീകൾ, ഭർത്താവിൻ്റെ അടുത്തുനിന്ന് ഫിസിക്കൽ അബ്യൂസ് നേരിടുന്ന 1-2 സ്ത്രീകളോട് ഞാൻ സംസാരിക്കുന്നുണ്ട് ഇപ്പോഴും. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. എന്നാൽ അവർക്ക് ആളെ വിട്ടിട്ട് പോകാൻ മനസ്സില്ല, കാരണം അവർക്ക് ആളോട് അത്ര സ്നേഹമാണ്. പക്ഷേ അയാൾക്ക് തിരിച്ചൊരു സ്നേഹമില്ല, അയാൾ ഉപദ്രവിക്കുകയാണ് എന്നും രാത്രി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവർക്ക് വീട്ടിൽ പറയാൻ പേടി, കാരണം പ്രായമായ ഉമ്മയാണ്, അവരെ വിഷമിപ്പിക്കാൻ വയ്യ. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നിൽക്കുന്ന ആൾക്കാർ വന്നിട്ട് സംസാരിക്കും. സത്യം പറഞ്ഞാൽ ഇവരോടൊക്കെ എന്ത് പറയണമെന്ന് എനിക്കും അറിയില്ല. പക്ഷെ അവർ പറയുന്നത് ചേച്ചീനോട് സംസാരിക്കുമ്പോൾ ഒരു കംഫർട്ടുണ്ട്, സ്വന്തം ചേച്ചീനോട് സംസാരിക്കുന്ന പോലെ ഉണ്ട്, അതുകൊണ്ടാണ് പറയണ ചേച്ചി സോറി എന്ന് പറയും. നമ്മളില്ല എന്ത് വേണോ പറഞ്ഞോ, ഞാൻ കേട്ടോ. പക്ഷെ തിരിച്ചെന്താ പറയാ, ഇവരോടൊക്കെ ഞാൻ എന്താ തിരിച്ച് പറയാ? എല്ലാവരോടും ഞാൻ ഒരു കാര്യം കോമൺ ആയിട്ട് എല്ലാവരോടും പറയും, എന്തേലും ജോലി ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെന്ന് പറയണവരോട് ആ ജോലി വിടരുതെന്നും പറയും. ജോലി ഇല്ല എന്ന് പറയുന്നവരോട് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ജോലിയിൽ കയറുക, സ്വന്തം കാലിൽ നിൽക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അതിപ്പോൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ, ആണായാലും ശരി പെണ്ണായാലും ശരി, സ്വന്തം കാലിൽ നിൽക്കുക. ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യോ, നിങ്ങൾ കുക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലിട്ട് നിങ്ങളുടെ സാധനങ്ങൾ വിൽക്ക്. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്കിങ്ങനെയൊക്കെ പറയാനറിയാവും. ഞാൻ പറയും, നിങ്ങൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യും, കുഞ്ഞുങ്ങളെ സ്വന്തമായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാമെന്ന് പറയും.